സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. കർത്താവിന് നന്ദി പറയാം. ഈ കാലഘട്ടത്തില് വിശുദ്ധ കുർബാനയായി ലോകത്തിൽ ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്ന ഈശോ നമ്മളെ നയിക്കുന്ന ഈ കാലഘട്ടത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവികാരുണ്യ പ്രദക്ഷിണവും ദൈവികാരുണ്യ സമ്മേളനങ്ങളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ ദൈവികാരുണ്യ സ്ഥാനത്തെ നമ്മൾ ഏറ്റുപറയുകയും ഈശോയുടെ ദൈവികാരുണ്യ സ്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പറയും, മനുഷ്യൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളല്ലേ യഹൂദര് അന്ന് യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ അതിനു പുറമെ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ആ നാള് മുതൽ ഇന്ന് വരെയും ഉള്ള വിശ്വാസികളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മളാണ് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. കാരണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവരുടെ വിശപ്പടക്കാനായിട്ട് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 16 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഭക്ഷണമില്ലാതെ മരുഭൂമിയിലൂടെ 25 ലക്ഷത്തോളം ആൾക്കാർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ചെങ്കടൽ കടന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെറും മരുഭൂമിയായിരുന്നു. അവർക്കവിടെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് പിറുപിറുത്ത് അവർ പറഞ്ഞിങ്ങനെയാണ്, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ പരാതി. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ മോശ ഇത് പറഞ്ഞു, ഇതാണ് ജനം, അങ്ങയുടെ ജനം പറയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഇതാണ്, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് 16:4 ഈ വചനം, ആകാശത്തു നിന്നും മന്ന വർഷിക്കും. ഈ പുറപ്പാട് 16:35 പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ അല്ലെങ്കിൽ കാനാൻ ദേശത്ത് എത്തുന്നവരെ അവരെ ദൈവം 40 വർഷം എടുത്തു. 2 ആഴ്ച കൊണ്ടെങ്കിലും എത്തേണ്ടടുത്ത് അത് ഒരു മരുഭൂമിയിലൂടെ വട്ടം കറങ്ങി ദൈവത്തോട് മത്സരിച്ച് പലരും മരിച്ചുപോയി. അവസാനം ജോഷുവയും കാലേബും ഉൾപ്പെടെ പുതിയൊരു സമൂഹം, പുതിയൊരു ജനം, ഒരു തലമുറയാണ് കാനാൻ ദേശത്ത്, വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പം 40 വർഷം ഇസ്രായേൽക്കാർ, പുറപ്പാട് 16:35 പറയാണ്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. ഇത് വലിയൊരു മേഖലയാണ്. നമ്മളുടെ ഈ ജീവിതം പലപ്പോഴും പറയാറുണ്ട് അല്ലെ, ഈ മരുയാത്രയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്ന് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് അവർ കടന്ന് 40 വർഷം യാത്ര ചെയ്ത് കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത് ഇന്ന് നമ്മുടെ സഭാ ജീവിതം, ഞാൻ പറയും വിശ്വാസിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു അടയാളമാണത്. അന്ന് ചെങ്കടൽ കടന്ന പോലെ ഇന്ന് നമ്മൾ വെള്ളത്തിലൂടെ മാമോദീസായിലൂടെ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസായിലൂടെ നമ്മളെ തിരുസഭയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ തിരുസഭയിലാണ് അന്ന് മരുഭൂമിയിൽ ചെങ്കടൽ കടന്ന് അവരെ ദൈവം നയിച്ചപ്പോൾ മന്ന കൊടുത്തതുപോലെ ഇന്ന് തിരുസഭയിൽ നമുക്ക് കൂദാശയായി ഈശോ ദിവ്യകാരുണ്യമായി തന്നെ ആത്മാവിന്റെ ഭക്ഷണമായി, ശരീരത്തിന്റെ ഭക്ഷണമല്ല, നമ്മൾ നിത്യതയിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മുടെ ആത്മാവ്, നമ്മുടെ ഈ ശരീരം മണ്ണായി തീരുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യജീവനിലേക്ക്, സ്വർഗീയ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്.
അപ്പൊ അന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷണമായിരുന്നെങ്കിൽ മന്ന, സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയ മന്ന ഭക്ഷണമായിരുന്നെങ്കിൽ, ഈ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം മാമോദീസായിലൂടെ തിരുസഭയിലേക്ക് പ്രവേശിച്ച നമ്മള് 40 വർഷം ഒരു കാലഘട്ട പ്രതീകമാണ്. നമ്മളുടെ ജീവിതകാലം, സഭാജീവിതത്തില് നമ്മുടെ കാനാൻ ദേശത്തേക്ക്, അല്ലെ അവർ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കും, നമ്മള് മരണ യോർദാൻ കടന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് വരെയും നമുക്ക് ആത്മീയ ഭോജനമായി ഈശോ ദിവ്യകാരുണ്യമായി കൂദാശയായി തന്നെ മാറ്റി ഇന്നും നമുക്ക് നമ്മളായിരിക്കുന്ന സഭയിൽ ദിവ്യകാരുണ്യമായി ഈശോ വസിക്കാം. ഇന്നത്തെ തിരുവചനങ്ങളൊക്കെയും നമ്മളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചതേ ഉള്ളൂ. ഒന്നാമത്തെ വായന രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നിന്നാണ്. 2 രാജാക്കന്മാർ 4-ാമത്തെ അധ്യായം 42-ലാണ്. എലീഷ പ്രവാചകന്റെ കാലത്തും ഇതുപോലെ അവർക്ക് അപ്പം കൊടുക്കുന്നതിനെ കുറിച്ച് സംഭവം ഉണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാ പറഞ്ഞു. അവിടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ഇന്ന് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് യോഹന്നാൻ 6-ൽ നാം വായിക്കുക. അപ്പൊ ഇന്ന് നമ്മള് വിശുദ്ധ കുർബാനയെ കുറിച്ച് ശരിക്കും ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്, നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. അത് യേശുവിന്റെ ദൈവകാരുണ്യമായി അദൃശ്യനായി ഭൂമിയിൽ കാണപ്പെടുന്ന അപ്പത്തിന്റെ രൂപത്തിൽ തിരുവോസ്തി രൂപനായി ഈ ഭൂമിയിൽ നമ്മോടൊത്ത് വസിക്കുന്ന ആ ആത്മീയ സാന്നിധ്യം നമ്മൾ വിശ്വസിക്കണം, തിരിച്ചറിയണം. അന്ന് മരുഭൂമിയിൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്ത് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് വരെയും. അതെ, വീണ്ടും ജോഷുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 12-ൽ പറയുന്നുണ്ട്, കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നെ മന്ന പെയ്യാതായി. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വർഗീയ ജീവനിലേക്ക്, നമ്മുടെ ആത്മാവ് നിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ കർത്താവ് തന്നെ നമ്മളെ നയിക്കും. കുഞ്ഞാടാണ് അവരെ നയിക്കുക. വെളിപാടിൽ പറയുന്നുണ്ട്, കുഞ്ഞാടായിരിക്കും അവരുടെ ജീവന്റെ ഉറവയായി, നിത്യജീവന്റെ ഉറവയായി കുഞ്ഞാടായ യേശു തന്നെ നിത്യതയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് വരെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ആത്മാവിന്റെ ഭോജനമായി നമ്മോട് കൂടെ. കുദാശ പലപ്പോഴും ഓർത്തുണ്ട്, മരിക്കാറായി കിടക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കൊക്കെ വൈദികൻ വിശുദ്ധ കുർബാനയുമായി ദിവ്യകാരുണ്യം നൽകാനായി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ജീവന്റെ അപ്പം നൽകിക്കൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ജോഷുവ 5:12 പറയുന്നതാണ്, കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മന്ന പെയ്തിട്ടില്ല. പിന്നെ അവർക്ക് ആ ദേശത്തെ കൃഷി ചെയ്ത് ഉപജീവനം കഴിഞ്ഞു. നിത്യതയിൽ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണ് നിത്യം. പിന്നെ അവർക്ക് അവിടുന്ന് തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ ഭോജനം, നമ്മുടെ ആത്മാവിന് നിത്യജീവൻ, ഒരിക്കലും അവസാനിക്കാത്ത നിത്യ ജീവ സന്തോഷത്തിൽ അവൻ നമ്മളെ നയിക്കുന്നൊക്കെ. അപ്പോൾ ഇന്ന് 1-ാമത്തെ ആഗോളശൈലി 17-ാമത്തെ ഞായറാഴ്ച, ഓർഡിനറി ടൈം. ഇങ്ങനെ 2 രാജാക്കന്മാര് 4-ാമത്തെ അധ്യായം 42-ലാണ്. ബാൽശാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കി കുറെ അപ്പവും 20 ബാർലി അപ്പവും കുറെ പുതിയ ധാന്യ കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു, എലീഷായ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ എലീഷ പറഞ്ഞു, ഇത് എലീഷയുടെ കൂടെയുള്ള 100 ശിഷ്യഗണമുണ്ട് എലീഷായ്ക്ക്. അതായത് ഈ പ്രവാചക ഗണം എലീഷയുടെ കൂടെ ഒരു 100ഓളം പേരുണ്ട്, 100 പേരുണ്ട്. അപ്പോൾ ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും? അപ്പോടെ കുറച്ച് അപ്പമേ ഉള്ളൂ, കുറച്ച് ബാർലി അപ്പം. ഇതെങ്ങനെ 20 ബാർലി അപ്പവും കുറെ അപ്പവും, ഇത് 100 പേർക്കായി ഞാൻ എങ്ങനെ പങ്കുവെക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക. എലീഷ പറഞ്ഞു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യനത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. ആമേൻ. ഇന്ന് ആഗോള സഭയിലെ സങ്കീർത്തനം ഓമന ന്യൂയോർക്കിൽ നിന്ന് പ്രാർത്ഥന അയച്ചപ്പോൾ ഒരു സംഗീതം 145 പതിവ് സംഗീതം. അവിടെ കർത്താവെ, 10-ാമത്തെ വചനം, കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും.
അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും, അവിടുത്തെ ശക്തിയെ വർണ്ണിക്കും. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. സങ്കീർത്തനം 145 അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അന്ന് ഭൗതികമായ ആഹാരമായിരുന്നെങ്കിൽ അല്ലേ, പുറപ്പാട് 16 മരുഭൂമിയിലൂടെ പോയവർക്ക് ശരീരത്തിന് ഭക്ഷണമായി മന്ന കൊടുത്തെങ്കിൽ, എലീഷായുടെ കാലത്ത് അവർക്ക് അപ്പം എലീഷ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം. ഏലിയായുടെ ഇരട്ടി പങ്ക് അഭിഷേകം ചോദിച്ചു മേടിച്ച എലീഷ ഇതാ വെറും കുറെ ബാർലിയപ്പം അത് 100ഓളം പേർക്കായി അത് കൊടുത്തപ്പോൾ അത് വർദ്ധിച്ചു വന്നു. കർത്താവിൻ്റെ അത്ഭുതമാണ്. കർത്താവിലുള്ള ഏലിയായുടെ അഭിഷേകം സ്വീകരിച്ച, ഇരട്ടി അഭിഷേകം സ്വീകരിച്ച എലീഷായിലൂടെ അത് അന്ന് പ്രവർത്തിച്ചു. അവർക്ക് ആത്മീയമായ ബാഹ്യമായ ശരീരത്തിന് ഭക്ഷണമായിട്ടാണ് അന്ന് അത് കൊടുത്തെങ്കിൽ, ഇന്ന് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി യേശു തന്നെ നൽകുന്നൊരു പ്രക്രിയ ലോകമെമ്പാടും അല്ലെ. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു, അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഇപ്പം മോശ അന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. എലീഷ കർത്താവിൽ ഹൃദയം അർപ്പിച്ചുകൊണ്ട് ഭക്തന്മാരുടെ ആഗ്രഹം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പൂർണ്ണമായും ദൈവത്തിൽ മാത്രം ഹൃദയം സമർപ്പിച്ചുകൊണ്ട് അവർക്കൊന്നിനും കുറവുണ്ടായില്ല. ദൈവം അവർക്ക് സങ്കീർത്തനം 145 പറഞ്ഞതുപോലെ അവിടുന്ന് ഹൃദയ പരമാർത്ഥത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. ഇതാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ അറിയേണ്ട വലിയൊരു സത്യം. ഇതാണ് വിശുദ്ധ കുർബാനയായി കൂദാശയായി മാറിയ യേശുക്രിസ്തുവിന്റെ ആത്മീയ സാന്നിധ്യം. അതായത് ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ച പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഡേ ഓഫ് പബ്ലിക് അല്ലെ കടമുള്ള ദിവസം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രത്യേക കാരണം ഇതാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കും. ഞാൻ എടുത്തു പറയാം, ലോകമെമ്പാട് അനേകർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ കുർബാന യേശുവിന്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്ന അനേകർ ലോകമെമ്പാടും ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവരിലേക്ക് എല്ലാം ലോകത്തിന്റെ നാനായിടങ്ങളിൽ അനേക ബലിവേദിയിൽ ബലിയർപ്പിക്കുമ്പോൾ അവരുടെ ആത്മീയ ഭോജനമായി അന്ന് മരുഭൂമിയിൽ അവർക്ക് 25 ലക്ഷം പേർക്കും, പിന്നെ എലീഷായുടെ കാലത്തെ 100 പേർക്കും, ഇന്ന് ലോകമെമ്പാടും യേശു തന്നെ കൂദാശയാക്കി മാറ്റി. അതെ, ഒരപ്പം അനേകർക്കായി, തൻ്റെ ശരീരം അനേകർക്കായി വിശുദ്ധ കുർബാനയായി ആത്മീയമായി കൂദാശയാക്കി ആത്മീയ ഭക്ഷണമാക്കി വിഭജിച്ചു കൊടുക്കുന്ന വലിയൊരു അത്ഭുതമാണെന്ന് ഈ ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് തന്നെ ഇറങ്ങി വന്നുകൊണ്ട് ബലിവേദിയിൽ ലോകമെമ്പാടെ എല്ലാവർക്കും ആത്മീയമായി ഭക്ഷിച്ച് സംതൃപ്തനാകാൻ, ആത്മീയമായ ശക്തിക്ക് വേണ്ടി തൻ്റെ തന്നെ ജീവൻ, നിത്യജീവൻ, ആത്മീയ അഭിഷേക കൃപ കൂദാശയായി മനുഷ്യവർഗത്തിലേക്ക് ചൊരിയുന്ന വലിയൊരു സാന്നിധ്യമാണ്. അത് സൗഖ്യമായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ്, സമാധാനമായിട്ടാണ് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമുക്ക് നന്നായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചാൽ പറയും, ഈ നാളുകളിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നൽകുന്ന അത്ഭുതങ്ങൾ ഹൃദയം തുറന്ന് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, ഞാനത് പറയാൻ കാര്യം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അമേരിക്കയിൽ വന്ന 5 വർഷം പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ച ആളുകൾ, എൻ്റെ പെങ്ങളുടെ സഹോദരിയുടെ രോഗാവസ്ഥയിൽ ചെന്നൈയിലെ ഒരു ചാപ്പലിൽ 1990 നവംബർ 15 രാത്രിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ
അന്ന് അവിടെ കരയുകയും നിലവിളിക്കുകയുമായിരുന്നു. പെങ്ങള് മരിക്കാൻ പോവുകയാണ്. ആ ദുഃഖത്തിൽ കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരുമായി അന്ന് യേശുവിന്റെ ദിവ്യകാരുണ്യത്തിലേക്ക്, ആ തിരുവോസ്തിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആ തിരുവോസ്തിയിലേക്ക്, മോൺസ്ട്രസിൽ അല്ലെങ്കിൽ ആ കൂദാശ എഴുന്നള്ളിരിക്കുന്ന യേശുവിലേക്ക് നോക്കി ഞാൻ ചിന്തിച്ച ചിന്ത ഇതൊക്കെ ഉള്ളതാണ്, ഇതൊക്കെ സത്യമാണോ? കാരണം അന്ന് വരെയും വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് കുഞ്ഞുനാളിലോട്ട് നമ്മുടെ അമ്മയും അപ്പനും അതുപോലെ വല്യമ്മയൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നു. വിശുദ്ധ കുർബാനയുടെ കത്തോലിക്ക സ്കൂളിലായിരുന്നുകൊണ്ട് ഇടയ്ക്കൊക്കെ പ്രൈമറി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ വരുമ്പോൾ അടുത്ത പള്ളിയുടെ മുറ്റത്തായിരുന്നു പള്ളിക്കൂടം. അപ്പോൾ പള്ളിയുടെ അകത്തേക്ക് വന്ന് അന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ യേശുവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പ്രത്യേകിച്ചും എവിടെയെല്ലാം വണക്കക്കുറവായിട്ട് അങ്ങ് അനാദരിക്കപ്പെടുന്നു വരുന്നുണ്ട് ലോകമെമ്പാടും, അവിടെയെല്ലാം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു എന്ന് അന്ന് കുഞ്ഞുനാളിൽ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും കന്യാസ്ത്രീകൾ അന്ന് പറഞ്ഞു തന്ന വാക്കുകളൊക്കെ ഏറ്റുപറഞ്ഞതൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു അനുഭവമൊന്നുമില്ലായിരുന്നു. ഈ പറഞ്ഞതുള്ളതല്ലാതെ ഒരു അനുഭവമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ എൻ്റെ പെങ്ങള് മരിക്കാറായി, അവൾ ആ ചാപ്പലിലുണ്ടെന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമായിട്ടൊരു രാത്രി ആരാധനയിൽ 1990 നവംബർ 15 രാത്രിയിൽ ചെന്നൈയിലെ ആ ചെറിയ ചാപ്പലിലായിരിക്കുമ്പോൾ കരഞ്ഞ് ഇങ്ങനെ ഇവള് മരിക്കുന്നുള്ള ദുഃഖത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത ഇതായിരുന്നു, നീ ഉണ്ട് ഇതൊക്കെ ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം നമുക്കൊരു അനുഭവമില്ല ഇതുപോലെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്ന് ഇതാണ്, 2000 വർഷം ഈ ഭൂമിയിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ, മനുഷ്യരൂപത്തിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ആരൊക്കെ വന്നു അവരോടെല്ലാം അനുകമ്പ കരുണ കാണിച്ച ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മുടെ വചനത്തിൽ ഓർക്കുന്നത്. യേശുവിൻ്റെ അവരുടെ മേൽ അനുകമ്പ തോന്നിയത്. അപ്പം ഞാനും ചിന്തിച്ച്, കർത്താവെ യോഗ്യതയൊന്നുമില്ല, 5 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, വീട്ടിൽ ബൈബിളില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന്, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല, പോയാൽ പോയി, ഇല്ലെങ്കിൽ ആരും. അന്ന് നമുക്കിവിടെ മലയാളം പള്ളിയൊന്നും ആയിട്ടില്ല അമേരിക്കയിലൊന്നും. അപ്പോൾ അന്ന് സാധാരണ ലോക്കൽ ഇംഗ്ലീഷ് പള്ളിയിലൊക്കെ പോയി, പക്ഷേ എന്നൊന്നും പോകണമെന്നോ അങ്ങനെ ചിന്തയൊന്നുമില്ല. കാരണം യേശുവിലുള്ള വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വലിയ ബോധ്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. അന്ന് ഞാൻ പറയും, ആ ഒരു അവസ്ഥയിൽ ഈ കർത്താവ് എത്തിച്ചില്ലെങ്കിൽ, അങ്ങനെ കർത്താവ് എത്തിച്ചെന്ന് പറയുമ്പോൾ സാത്താൻ പീഡിപ്പിച്ച ഒരു തകർച്ച ഒരു കുടുംബത്തിലിരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങളെ ആകർഷിച്ചു എന്ന് ഞാൻ പറയും. എൻ്റെ കുടുംബത്തെയും അപ്പനും അമ്മയും സഹോദരങ്ങളും ഞാൻ ലീലുവും ഒക്കെ എൻ്റെ സഹോദരിയുടെ. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ, ഇന്ന് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിനെ അറിയണമെങ്കിൽ അതൊരു കൃപയാണ്. എത്രയോ പേർ ഇത് അറിയത്തില്ല. അമേരിക്കയിലെ 70% കത്തോലിക്കർക്ക് വിശുദ്ധ കുർബാനുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വിശ്വാസമില്ല എന്നാണ് കണക്ക് പറയുന്നത്. യോഹന്നാൻ 6 ഇന്നത്തെ ആഗോള സഭയിലെ സുവിശേഷം അവിടെയാണ്. ഈശോ 6-ാമത്തെ അധ്യായം, പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന 6-ാമത്തെ അധ്യായം നമ്മൾ 1 തൊട്ട് എന്നുള്ള വചനമാണ്. ഇന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞതുപോലെ അന്ന് മരുഭൂമിയിൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തതുപോലെ, മോശ പ്രാർത്ഥിച്ചപ്പോൾ കൊടുത്തതുപോലെ, എലീഷ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ, ഈശോ യോഹന്നാൻ 6-ൽ അതെല്ലാം അവിടെ കണക്ട് ചെയ്തുകൊണ്ട് യോഹന്നാൻ 6-ാമത്തെ അധ്യായം മുഴുവനും വായിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനമാണെന്ന് ഞാൻ പറയും. പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ഈ ഒന്നാമത്തെ അതായത് 3 കാര്യങ്ങളാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നു, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു, പിന്നെ താനാണ് ജീവന്റെ അപ്പമെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഈ പഴയ നിയമമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ 6-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഇവിടെ യേശു തിബേരിയസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലിയ കടലിന്റെ മറുകരയിലേക്ക് പോയി വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ലോകമെമ്പാടും അനേക ദേവാലയങ്ങളിലേക്ക് ഒന്നിച്ചു കൂടുന്നത് യേശു കാണുന്നുണ്ട്. ഇപ്പോൾ അനേക ജനത തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടു.
അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഇത് താൻ മുൻകൂട്ടി ചെയ്യാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അതായത് പഴയ നിയമത്തിൽ നടന്നത് പുതിയ നിയമത്തിലൊരു തൻ്റെ ജീവിതത്തിലെ ഒരു മേഖലയാക്കി യേശു തന്നെ താനാണ് ജീവന്റെ അപ്പം. അന്ന് മരുഭൂമിയിൽ മന്നായായി വെറും മന്നായായി ഭൗതികമായ അപ്പമായിരുന്നെങ്കിൽ, എലീശായുടെ കരങ്ങളിലൂടെ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് ഭൗതിക ഭക്ഷണമായിരുന്നെങ്കിൽ, ഇന്ന് ആത്മാവിന്റെ ഭക്ഷണമായി യേശു തന്നെ ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭയ്ക്ക് തന്നെ നമ്മളിന്ന് മാമോദീസായിലൂടെ തിരുസഭയാകുന്ന മരു യാത്രയിലാണ്. നമ്മൾ ജോർദാൻ നദി അല്ല മരണ ജോർദാൻ കടന്ന് കാനാൻ ദേശ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള യാത്രയിൽ ദിവ്യകാരുണ്യമായി അത് 40 വർഷവും മന്ന അവർക്ക് കിട്ടിയിരുന്നു. നമ്മുടെ ജീവിതകാലം മുഴുവനും തിരുസഭാ ജീവിതത്തിൽ ദിവ്യകാരുണ്യമായി ഓരോ ദിവസവും നമ്മുടെ ആത്മാവിൽ വന്ന് ആത്മീയ ഭോജനമായി തീരാൻ എല്ലാ ദിവസവും നമുക്കിന്ന് വിശുദ്ധ കുർബാനയുണ്ട്. എല്ലാ ദിവസവും ബലിവേദിയിലേക്ക് അണയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടുന്ന മന്ന നമുക്ക് ആത്മീയ ഭോജനമായി നൽകുകയാണ്. നമ്മൾ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെയും അപ്പോൾ പീലിപ്പോസ് ചോദിച്ചപ്പോൾ യേശു എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാമായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരിൽ ഒരുവനും അപ്പം പീലിപ്പോസ് പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാറായിക്കുള്ള അപ്പം പോലും തികയില്ല. കാരണം അവിടെ ഏതാണ്ട് 5 ലക്ഷം പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഭാര്യമാരുണ്ടെന്ന് കൂട്ടിക്കോ, 5 ലക്ഷം, അപ്പോൾ 10 ലക്ഷമായി ഭാര്യമാരെ കൂടെ കൂട്ടി, പിന്നെ 2 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ അതിന് 10-20 ലക്ഷം ആൾക്കാർ, 20,000 പേര്, 5,000, പിന്നെ 5,000 ഭാര്യമാരുണ്ടെങ്കിൽ പിന്നെ 2 മക്കൾ വെച്ചുണ്ടെങ്കിൽ 10,000, അങ്ങനെ 20,000 പേരോളം അവിടെ കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവർക്കെല്ലാം കൂടി എന്തുമാത്രം വില കൊടുത്ത് കടയിൽ പോയി മേടിക്കണമെങ്കിൽ പീലിപ്പോസ് പറഞ്ഞതാണ്, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറായിക്കുള്ള അപ്പം പോലും തികയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും. എലീശയുടെ കാലത്ത് ഒരു അപ്പവും 20 ബാർലി അപ്പവുമാണ് കൊടുത്തെങ്കിൽ, ഇവിടെയും യേശു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ അത്ഭുതം സംഭവിക്കുമ്പോൾ യേശു എന്താ പറയുക, പത്രോസിന്റെ അന്ത്രയോസ് എന്ന് പറയാണ്, ഇവിടെ കടയിൽ പോകാനൊന്നും നമുക്ക് ധൈര്യത്തില്ല, പക്ഷെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്തുണ്ട്? യേശു പറഞ്ഞു, അന്ന് എലീശായിലൂടെ അത്ഭുതം പ്രവർത്തിച്ചത് യേശു തന്നെയാണ്. അന്ന് മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തത് യേശു തന്നെയാണ്. ആ കർത്താവ് ഭൂമിയിൽ നമ്മോടുകൂടെ, നമ്മുടെ ദൈവമിതാ നമ്മോടുകൂടെ, ഈ അൾത്താരയിൽ, ഈ ബലിവേദിയിൽ നമ്മുടെ ദൈവമിതാ നമ്മോടുകൂടെ. നമുക്കായി ലോകമെമ്പാടും അല്ലെ ഒരേ അപ്പം, തൻ്റെ ഒരേ വചനം അല്ലേ, അന്ന് പെസഹ രാത്രിയിൽ യേശു പറഞ്ഞ അതേ ഒരു വചനമാണ് ലോകമെമ്പാടും ഇന്ന് ഓരോ ബലിവേദിയിൽ ആവർത്തിക്കാം. അപ്പൊ യേശു താനാണ് ജീവന്റെ അപ്പം എന്ന് പിന്നീട് ചെയ്യാൻ പോകുന്ന, അല്ലെ പെസഹ രാത്രി താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ 6-ാമത്തെ അധ്യായം. യോഹന്നാൻ മത്തായി 26 ഒക്കെ നമ്മൾ സുവിശേഷങ്ങളെല്ലാം വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടുത്താതെ മിച്ചമുള്ള കഷ്ണങ്ങൾ ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കൊട്ട നിറയെ അവർ ശേഖരിച്ചു. 12 കൊട്ട, 12 ഗോത്രം ഇസ്രായേലിന്റെ അല്ലെ ദൈവജനത്തിന്റെ പ്രതീകമാണ്. അല്ല, ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് കൊടുക്കുവാനായിട്ടുള്ളതാണ് ഇത് എന്ന് ആർക്കും ഒരു കഷ്ണം പോലും നഷ്ടപ്പെടുത്താതെ ജീവന്റെ അപ്പമായി ഭൂമിയിൽ ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമുക്കറിയാം അല്ലേ, വിശുദ്ധ കുർബാന നൽകുമ്പോൾ, യേശുവിന് നൽകുമ്പോൾ ഒരു തിരുവോസ്തിയുടെ ഒരു പൊടിയെങ്കിലും താഴെ വീണുവാണെങ്കിൽ അതുപോലെ നഷ്ടപ്പെടുത്താതെ
നിലത്ത് മുട്ടുകുത്തിയിരുന്നുകൊണ്ട് അത് ശേഖരിച്ചെടുക്കുന്ന വൈദികനെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും, അല്ലെ യൂക്കറിസ്റ്റ് മിനിസ്ട്രേഷനെ കണ്ടിട്ടുണ്ട്. അനേകർക്കായി ലോകമെമ്പാടും തന്നെ തന്നെ നൽകുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് ദിവ്യകാരുണ്യത്തിൽ. നമ്മൾ മനസ്സിലാക്കണം. അവര് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിൻവാങ്ങി. ഇത് വലിയൊരു മേഖലയാണ്. അതായത് ഈ യേശു കുരിശിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം തൻ്റെ ബലിയർപ്പണം, താൻ ബലിയായി കാൽവരിയിൽ മനുഷ്യവർഗത്തിന്റെ ബലിയായി അർപ്പിക്കപ്പെടേണ്ട ദുഃഖവെള്ളിയാഴ്ചയുണ്ടല്ലോ, അതിന്റെ തലേ രാത്രിയിൽ യേശു ചെയ്ത ഒരു വലിയ കാര്യമാണ്. അവിടുന്ന് മത്തായി 26 നമ്മൾ വായിക്കുന്നുണ്ട്, പെസഹ ആചരിക്കുന്നുവെന്ന്. പഴയ കാലത്തെ പെസഹായുടെ അല്ലെ മരുഭൂമിയിലൂടെ അവർ കടന്നു വന്നപ്പോൾ ഉണ്ടായ പാസ് ഓവർ, അത് യഹൂദർ ഇന്നും ആചരിക്കുന്നുണ്ട്. യഹൂദരായിട്ടുള്ളവർ ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അന്ന് ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ഈജിപ്തിലെ മരുഭൂമിയിൽ നമുക്ക് ഈജിപ്തിൽ ഫറവോയുടെ കീഴിലായിരുന്നപ്പോൾ മഹാമാരി ഉണ്ടായ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ അത്ഭുതമായി ദൈവം പ്രവർത്തിച്ച ആദിജാതന്മാർ വധിക്കപ്പെടുക എന്ന് പറയുന്ന ആ രാത്രിയിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളമുണ്ടായിരുന്ന ആ വീടുകളുടെ മുകളിലൂടെ സംഹാരദൂതൻ കടന്നുപോയി. ആ ഓർമ്മ ഇന്നും അവർ ആചരിക്കുമ്പോൾ, അങ്ങനെ ഒരു പെസഹ യേശുവിൻ്റെ കാലത്ത്, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ 31 വർഷത്തിൽ ഏറ്റവും ഒടുവിലത്തെ പെസഹ ആചരണത്തിൽ യേശു ഒരു സംഭവം, അതായത് അന്ന് വരെയും ആ ദേവാലയത്തിൽ ഒരു ആടിനെ കൊണ്ടുവന്ന് അതിൻ്റെ രക്തമെടുത്താണ് ബലിയർപ്പിച്ചിരുന്നത്, വീടിൻ്റെ കട്ടളപ്പടിയിന്മേൽ പുരട്ടി രക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു തന്നെ കാൽവരിയിൽ ദുഃഖവെള്ളിയാഴ്ച തന്നെ രക്തം ചിന്തുമ്പോൾ ആ രക്തമാണ് മനുഷ്യവർഗം മുഴുവനും വേണ്ടി നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയായി തന്നെ അർപ്പിക്കുന്നതിന് തലേ രാത്രിയിൽ, അതായത് ആത്മീയമായി തൻ്റെ ശരീരം, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി തൻ്റെ ശരീരം അർപ്പിക്കുന്നതിന് മുമ്പായി ഈ ഭൂമിയിൽ ഞാൻ ഇതാ കുരിശിൽ മരിച്ച് ഞാൻ എൻ്റെ ബലിയായി തീരാൻ പോവുകയാണ്, പക്ഷേ ഈ ഭൂമിയിൽ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാണ്. വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും അദൃശ്യനായി കൂദാശിയായി ഈ ഭൂമിയിലായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് പെസഹ രാത്രിയിൽ പുതിയ ഉടമ്പടി ചെയ്ത് അവർ ഭക്ഷിച്ച. മത്തായി 26-26 അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം ശരീരം ആണ്. യേശു ദൈവപുത്രൻ, ദൈവം, വചനത്താൽ എല്ലാം സൃഷ്ടിച്ചവൻ, വചനമയച്ചുകൊണ്ട് കൂദാശിയായി മാറുകയാണ്. ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാണ്. നോക്കണം, ആത്മാവായി, ഇത് ആത്മീയ ശരീരമായി നിത്യതയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് വരെ, അല്ലെ അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും ഈ ഭൂമിയിൽ നമ്മോടുകൂടെ ആയിരിക്കാനായിട്ട്. മരുഭൂമിയിൽ 40 വർഷവും എല്ലാ ദിവസവും മന്ന കിട്ടിയതുപോലെ ഈ ഭൂമിയിൽ സഭയിൽ നാം ആയിരിക്കുമ്പോൾ അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും ഈ ഭൂമിയിൽ സഭയിൽ നമുക്ക് ഓരോ ദിവസവും പ്രഭാതത്തിലല്ലേ, ഓരോ ദിവസവും നമുക്ക് ആത്മീയ ഭോജനമായി അവൻ തന്നെ മാറ്റുകയാണ്. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നെ ആരാധിക്കുവിൻ എന്നല്ല പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുമ്പോൾ അവനാൽ നമ്മൾ നിറയാൻ, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു നമ്മൾ അതായിട്ട് മാറുകയാണ്. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു നമ്മൾ അതായിട്ട് മാറുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം, അല്ലെ, ഭക്ഷണം സ്വീകരിച്ച് നമ്മുടെ ശരീരം വളരുകയാണ്. നമ്മുടെ ആത്മാവ് യേശുവിനെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വളരുകയാണ് നിത്യജീവനിലേക്ക്. അനന്തരം പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും എല്ലാം നമ്മൾ ഒരുമിച്ച് ഓർക്കുകയാണ്. അവന് ജീവനായി അവിടുന്ന് ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മളിലേക്ക്, അതായത് ആ രക്തവും ജീവനും ശരീരവും കൂടെ ഒന്നായിത്തീർന്ന് ഉത്ഥാനം ചെയ്ത കുർബാനയ്ക്കിടയിൽ രക്തവും, അല്ലെ, ആ കർത്താവിൻ്റെ ശരീരവും രക്തവും ഒന്നാക്കുന്ന ഒരു പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട് കുർബാനയ്ക്കിടയിൽ.
എന്നിട്ടാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അതായത് മരിച്ചുയർത്തുവൻ, അത് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് വെളിപാട് 5 കാണുന്ന അവൻ കൊല്ലപ്പെട്ടു, പക്ഷെ എന്നാൽ അവൻ ജീവിക്കുന്നു, അവൻ മരിച്ചവനായിരുന്നാൽ ഇപ്പോൾ മരിച്ചുയർത്തും ജീവിക്കുന്നു. അവന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ മുറിവുകളുണ്ട്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അവന്റെ കയ്യിലെ ആണിപ്പഴുതുകൾ കാണുകയും വിലാപ്പുറത്തെ മുറിവും അതിലെന്റെ കൈവച്ച് നോക്കി ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ഈശോ ഉത്ഥാനം ചെയ്ത കർത്താവിന്റെ ശരീരത്തിൽ ഇന്നും മുറിപ്പാടുകളുണ്ട്. അതായത് അവനാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത്, അവനാണ് ക്രൂശിക്കപ്പെട്ടത്, അവന്റെ ചങ്കിലാണ് കുന്തം കൊണ്ട് കുത്തി യോഹന്നാൻ എഴുതി വെച്ച പോലെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പടയാളൂരും അവന്റെ കുന്തം കൊണ്ട് അവന്റെ ചങ്കിൽ കുത്തി അവിടുന്ന് രക്തവും ജലവും പുറപ്പെട്ടു. അത് കണ്ടവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞ ആ സാക്ഷ്യം അതാണ് ഈ തോമസ് ലീഹ പറയുകയാണ്, നിന്റെ കയ്യിൽ അവൻ കുരിശ് തറയ്ക്കപ്പെട്ടവനാണ്, ഇത് യേശു തന്നെയാണെന്നുള്ളതിന്റെ അടയാളമാണ് അവന്റെ കയ്യിലെ ആണിപ്പഴുതികള്, അവന്റെ ചങ്കൽ കുത്തിയ മുറിപ്പാടുണ്ടെങ്കിൽ അവൻ തന്നെയാണെന്ന് ഞാൻ ഉറപ്പുവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശു വീണ്ടും ഒരിക്കൽ തോമസും കൂടെ ഉള്ളപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞത്, തോമസേ ഇവിടെ വരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ വിലാപ്പുറം കാണുക, നിന്റെ കൈ ഇവിടെ വന്നുകൊണ്ട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുപോവാ, എൻ്റെ മുറിവിൽ നിന്റെ വിരൽ വെച്ച് തൊട്ടു നോക്കുക, എന്നിട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ആ തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കുഞ്ഞുനാളിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു, മോനെ, വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ഹൃദയം തുറന്ന് പറയണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നും. 4-5 വയസ്സുള്ള 6 അല്ലെങ്കിൽ 8, 10, 12 വയസ്സുള്ളപ്പോൾ അന്ന് കിട്ടിയ ഒരു അറിവാണ് അതിന്നും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, അതായത് അന്ന് ചെന്നൈയിൽ ആയിരിക്കുമ്പോൾ ഇതൊന്നുമില്ല, ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, സത്യമായി നീ ഉണ്ടോ ഈ അപ്പത്തിൽ? സത്യമായി അപ്പത്തിൽ ഉണ്ടെങ്കിൽ ഇതാ രോഗിയായ എൻ്റെ പെങ്ങളിവിടെ വന്നിരിക്കണം, നീ ഉണ്ടെങ്കിൽ തീർച്ചയായും നീ അവളെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, 5 വർഷമായി കുമ്പസാരിക്കാതിരുന്ന അനേകരുടെ വെറുപ്പും വിദ്വേഷവുമായിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാനായിട്ട് ഒരു മാറ്റം ആവശ്യമായിരുന്നു. അവിടുന്ന് ആദ്യമായിട്ട് അന്ന് അച്ഛൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കുമ്പസാരിക്കണം, ദൈവമായിട്ട് അനുരഞ്ജനം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാവരും കുടുംബാംഗങ്ങൾ മുഴുവൻ സ്നേഹത്തിലാകണം, ഒന്നിച്ചാകണം, ക്ഷമിക്കണം, ക്ഷമ കൊടുക്കണം. ആ 2 കാര്യമാണ് പ്രധാനമായിട്ട് നൈറ്റ് വീലിൽ നടന്നുവെന്ന് ഞാൻ പറയും. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ 1990 ഡിസംബർ മാസം ക്രിസ്മസിന് മുമ്പ് തന്നെ ഞങ്ങൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോന്നു, അവധി കുറവായിരുന്നത് കൊണ്ട്. ഏതാണ്ട് 1991 ഏപ്രിൽ മാസമായപ്പോൾ എൻ്റെ പെങ്ങള് അത്ഭുതകരമായ അവളുടെ 2 കിഡ്നിയും പ്രവർത്തിക്കാൻ തുടങ്ങി. അവളുടെ ബ്ലഡ് എല്ലാം നോർമലായി. അവള് ട്രാൻസ്പ്ലാന്റും കൂടാതെ ഡയാലിസിസും വേണ്ട അവൾ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തി. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ചോദ്യം എൻ്റെ ഉള്ളിൽ, നീ അപ്പത്തിലുണ്ട് എങ്കിൽ എൻ്റെ പെങ്ങളെ സൗഖ്യമാക്കണമേ. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനുള്ളവരെ അവൾ ആ ഹോസ്പിറ്റലിന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആ ചിന്ത, അത് സത്യമായി അവനുണ്ട്, അവനില്ലാഞ്ഞിട്ടല്ല, അവനെ അറിയാൻ, അവനിൽ വിശ്വസിക്കാൻ, അവനുമായിട്ട് ഒന്നായി തീരാൻ പറ്റാത്ത നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവനുമായി കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധിയിൽ നമ്മൾ അവനുമായി ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരുങ്ങുകയാണെങ്കിൽ, നമ്മളെല്ലാവരുമായിട്ട് ക്ഷമിച്ചുകൊണ്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് നമ്മൾ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികളോട് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്കൊക്കെ നമ്മിലൂടെ ഒഴുകുന്ന ഒരു സൗഖ്യമുണ്ട്, ഒരു കൃപയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. നമുക്ക് വിശ്വാസം മതി, അവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രിയമുള്ളവർ, ഇത് വലിയൊരു മേഖലയാണ്. ദിവ്യകാരുണ്യമായി അത് അന്ന് ഈശോ മത്തായി 26-26 വചനം ഇന്ന് ലോകമെമ്പാടും എല്ലാ ബലിവേദികളിലും ഉച്ചരിക്കുമ്പോൾ, ലോകമെമ്പാടുമുള്ള എല്ലാ ബലിവേദികളിലും എത്രയോ കോടി മനുഷ്യർക്കാണ് തൻ്റെ ഏക സത്യ ദൈവമായി അവിടുന്ന് തന്നെ വിഭജിച്ച് നൽകുകയാണ്. ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ആത്മീയ ഭോജനമായി ഈശോ കടന്നു വരികയാണ്. ഇത് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതെ, സത്യമായിട്ടും അവൻ കൂദാശയായി ഭൂമിയിൽ മരിച്ചുയർത്തുവനെന്ന് ജീവിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ നാം കാണും അവനെ. ഒരിക്കൽ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ അവനെ ദർശിക്കുമെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെയും വിശ്വാസ കണ്ണാൽ ഞാൻ പറയും, വിശുദ്ധ കുർബാനയിൽ ഈശോയെ നീ ഇറങ്ങി വന്നുകൊണ്ട് ഇതാ ഈ രോഗിയുടെ അടുത്തേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ
സംഗീതം 145 പറഞ്ഞ പോലെ ഹൃദയപരമാർത്ഥത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഇന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ദിവ്യകാരുണ്യ ഈശോ നീ മരിച്ചുയർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. കൂദാശിയിലെ ജീവനുള്ള ഒരു വ്യക്തിയാണ് നീ. 2000 വർഷം മുമ്പ് അനേകർ വിളിച്ചപ്പോൾ നീ ഓടിയെത്തതുപോലെ ഇന്നും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ, വിശ്വാസം വിളിക്കുമ്പോൾ നീ ഓടിയെത്തി ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഓരോ ബലിവേദിയിലും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പുരോഹിതൻ വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിൽ വെളിപാട് 5 കാണുന്ന ആ ദൈവ കുഞ്ഞാട് ഓരോ ബലിവേദിയിലും സന്നിഹിതരാണ്. കൂദാശയായി ദിവ്യകാരണമായി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം അവൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അവൻ മറഞ്ഞിരുന്നുകൊണ്ട് കൂദാശയായി ജീവിക്കുന്നു. പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.